നോക്കരുത് എന്നെ. ഞാൻ എന്ത് ചെയ്ത്? ഒറ്റ കാരണമല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇപ്പൊ വലിയ വീട്ടിൽ വന്ന് വലിയ പെൺകൊച്ചും ഇറങ്ങി പോവാൻ പറഞ്ഞേക്കോ. എടി പിന്നെ അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയാനുള്ള അധികാരം അവർക്കില്ലേ? എന്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അതിപ്പോ എന്റെ കുട്ടികളെ, എന്റെ വീട്ടിൽ നിന്ന് എന്റെ മായം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ആരെടുത്ത് പറഞ്ഞു? നിന്റെ അടുത്താ. നിന്റെ സ്വഭാവ ഗുണം. ചേടാ ഇതിപ്പോ എന്ത് കഷ്ടമാ. എന്ത് കഷ്ടം? നിന്നങ്ങ് ഉറങ്ങിക്കോ നീ. അവിടെ എങ്ങാനും കിടന്നുറങ്ങിക്കോ. സിസേ ഇവിടെ നേരെ കട്ടിൽ ഒന്നും ഇല്ലേ സിസേ? കട്ടിൽ മാത്രം ആക്കണ്ട, ഒരു തൊട്ടിലും കൂടി കെട്ടി ആട്ടി തരാം. അതല്ല സിസേ, സിസിന്റെ ആ കിടക്കണ ആ സ്ഥലം ഭയങ്കര വലുതല്ലേ. അവിടെ ഞങ്ങൾക്ക് രണ്ടുപേരും ചുരുണ്ട് കൂടി അങ്ങ് മൂലം കിടന്നോളാം. കുഴപ്പമൊന്നുമില്ല അല്ലേ? എനിക്ക് പരിചയമില്ലാത്തവരെ ഞാൻ എങ്ങനെ എന്റെ റൂമിൽ കിടത്തുന്നേ? അതെന്താ സിസേ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഉറങ്ങിക്കൊടുക്കുമ്പോ എന്റെ കഴുത്ത് ഞെരിച്ച് എന്റെ തിങ്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യും? അതെന്തോ സാധനം? തിങ്സ്? എന്റെ സാധനങ്ങൾ കൊണ്ടുപോയാൽ, എന്റെ സ്വർണമോ മാലയോ കൊണ്ടുപോയാൽ. പറയുന്ന കേട്ടോ, ഞങ്ങൾ അങ്ങനത്തെ പിള്ളേരൊന്നും അല്ല, വലിയ വീട്ടിലെ പിള്ളേരാ. അതിന് എനിക്ക് നിങ്ങളെ നേരത്തെ അറിയില്ലല്ലോ. അങ്ങനെ പറയില്ല സിസി, നമ്മളും കൂടെ അതൊക്കെ അറിയില്ലെന്ന് പറഞ്ഞത് ഓക്കെ, പക്ഷെ ഞങ്ങളെ കള്ളിയാക്കരുത് അല്ലേ? കിടക്കുന്നെങ്കിൽ കിടന്നോ, പിന്നെ 2 എണ്ണം രാവിലെ ആവുമ്പോ വിട്ടോളണം. അതെ സിസി. എന്തൊരു നാടനത്. വിരിക്കടി. ഞാനോ? അപ്പൊ ഞാൻ വിരിക്കുക. പിടിക്ക, ഇതൊന്ന് പിടിക്ക, ബാഗ് നൂറിട്ട്.